ഏറെ നാളത്തെ സംഘർഷത്തിന് ശേഷം മണിപ്പൂർ ശാന്തമാകുകയാണ്. സമാധാന ചർച്ചകൾക്കൊടുവിൽ കുക്കി സംഘടനകൾ ആയുധം വെച്ച് കീഴടങ്ങുന്നു. മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരെണ്ണം കൂടി. അമിത്ഷായുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം ആഭ്യന്തര കലാപം കൊണ്ട് വീർപ്പുമുട്ടി ആകെ താറുമാറായ ഒരു അവസ്ഥയിലായിരുന്നു മണിപ്പൂർ. അവിടെ സമാധാനം പുലരില്ല, ഇനിയൊരു സ്വസ്ഥമായ ജീവിതം മണിപ്പൂരികൾക്ക് ഉണ്ടാകില്ല എന്നൊരു സാഹചര്യം പോലും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് ഇപ്പോൾ ഏതാണ്ട് ഒരു സമാധാനം ഉണ്ടായിരിക്കുകയാണ് എന്ന് പറയാം. 2 കുക്കി സംഘടനകളാണ് ആയുധം വെച്ച് കീഴടങ്ങി സമാധാന കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നീളുന്ന കരാറിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ മണിപ്പൂർ സംസ്ഥാന സർക്കാരും കുക്കികളുടെ സംഘടനകളും ഒപ്പിടുന്നത് അല്ലെങ്കിൽ ഏർപ്പെടുന്നത്. നാഷണൽ ഓർഗനൈസേഷൻ, കുക്കി നാഷണൽ ഓർഗനൈസേഷൻ, അതുപോലെ യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട്, കുക്കി യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്ന 2 സായുധ സംഘടനകളാണ്. ഇവർ സായുധ പോരാട്ടം നടത്തി വരികയായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം, ഭാരതത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കുക്കികൾക്ക് പ്രത്യേക പ്രദേശം ഭൂമി വിട്ടുതരണം, ഞങ്ങൾ സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവർ ഇന്ത്യൻ സേനയോട്, BSFനോടും അതുപോലെ തന്നെ അവിടെയുള്ള CRPFനോടും ഒക്കെ ഏറ്റുമുട്ടലിലായിരുന്നു. അങ്ങനെ നീണ്ട കാലത്തെ ഏറ്റുമുട്ടൽ നമുക്കറിയാം. 2023 അവിടെ ആരംഭിച്ച കലാപം കുക്കികളും മെയ്തികളും തമ്മിൽ ആരംഭിച്ച സംഘർഷം എത്ര നാൾ നീണ്ടു എന്നും അവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്നും ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായെന്നും നമുക്കറിയാം. നിരവധി പേർ മരിച്ചു, അതുപോലെ തന്നെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കുട്ടികൾ ആരോരുമില്ലാത്തവരായി, അങ്ങനെ വലിയ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ മറ്റു കാരണങ്ങളിലേക്കോ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ 2 സംഘടനകളും ഇങ്ങനെ ആദ്യം രാജ്യം ആവശ്യപ്പെട്ട് തുടങ്ങിയ അവരുടെ ഈ നീണ്ട കാലത്തെ ഈ പോരാട്ടം, അത് ഇപ്പോൾ ഈ ആദ്യം രാജ്യമാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് അവർ ഒരു പ്രത്യേക സംസ്ഥാനം, കുക്കികൾക്കായിട്ടൊരു സംസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടു. അതും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു പുതിയ ഒരു പൊതുഭരണ പ്രദേശം, സ്വയംഭരണ പ്രദേശം അവർ ആവശ്യപ്പെട്ടു. കുക്കികൾക്ക് മാത്രമായിട്ട് ഒരു സ്വയംഭരണ പ്രദേശം. കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഇത് നമ്മുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്, ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ സാധിക്കില്ല. മ്യാൻമാറും ചൈനയും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അശാന്തി വിതയ്ക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ഒരു വശത്ത് ബംഗ്ലാദേശ്, മറുവശത്ത് മ്യാൻമാർ, അതുപോലെ വടക്ക് ചൈന ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അവിടെ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ആരാണ് ഈ അശാന്തിയുടെ വിത്തുകൾ വിതച്ചിരിക്കുന്നത് എന്ന് ലോകം മുഴുവനും പ്രസിദ്ധമാണ്. വലിയ രീതിയിൽ അവിടെ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ, സുവിശേഷ ഗ്രൂപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നു. ഈ സുവിശേഷ ഗ്രൂപ്പുകളാണ് ഈ ഗോത്രവർഗങ്ങൾക്ക്, ഈ കുക്കി, മെയ്തി എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഗോത്രവർഗങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നത്. ഇതിൽ പലരെയും 2 വിഭാഗത്തിൽ നിന്നും വലിയ രീതിയിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ട കുക്കികളും മെയ്തികളും തമ്മിലാണ് അവിടെ ഈ സംഘർഷം. അത് വലിയ രീതിയിൽ അതിന് ഫണ്ട് ചെയ്യുന്നത് മംഗോളിയൻ മാഫിയയാണ്. മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന നമ്മുടെ ഈ പറയുന്നത് പോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം വലിയ രീതിയിൽ മയക്കുമരുന്ന് വിപണനം നടത്തുന്ന ഒരു മാഫിയയാണ് മംഗോളിയൻ മാഫിയ. അവരുടെ ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ആയുധങ്ങൾ വാങ്ങുന്നതും അത് ഉപയോഗിച്ച് പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ പ്രദേശത്തുള്ള ഒരു മണ്ണിൽ ജനിച്ചു വളർന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ
മൂന്നാമനായ വിദേശിയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് ആയുധങ്ങൾ വാങ്ങി പരസ്പരം പോരടിക്കുന്നു. ഇതാണ് മണിപ്പൂരിൽ നടന്നിരുന്നത്. മേമ്പൊടിയായിട്ട് മതപരിവർത്തനം നടത്തി പറഞ്ഞതുപോലെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വലിയ സംഘർഷം. അതിനാണ് ഇപ്പോൾ അറുതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ രണ്ട് സംഘടനകളും പറയുന്നത്, നാഷണൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ടും പറയുന്നത്, ഞങ്ങൾ ഭാരതത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നു, ഞങ്ങൾ മണിപ്പൂർ സർക്കാരിനെ അംഗീകരിക്കുന്നു, ആയുധം വെച്ച് കീഴടങ്ങാം, സൈന്യത്തിൻ്റെ മുമ്പിൽ BSFിൻ്റെയും CRPFിൻ്റെയും ക്യാമ്പുകളിൽ ഞങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ കൊണ്ട് സമർപ്പിക്കാം, ഞങ്ങളെ പുനരധിവസിപ്പിക്കണം, യഥായോഗ്യം പുനരധിവസിപ്പിക്കണം എന്നാണ്. ഇത് ഡൽഹിയിലാണ് ഇതിൻ്റെ ചർച്ച നടന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ആണ് ഈ ചർച്ച നടന്നത്. ഒരു വശത്ത് അമിത്ഷായും കേന്ദ്ര സർക്കാരും അതുപോലെ മറുവശത്ത് മണിപ്പൂർ സർക്കാരും ഉണ്ടായിരുന്നു. ഈ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. അങ്ങനെ ആ ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടായ തീരുമാനമാണ് ഈ മണിപ്പൂരിനെ ഇപ്പോൾ സമാധാനത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13-ന് മണിപ്പൂർ സന്ദർശിക്കും എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സംഘർഷമൊക്കെ ഉണ്ടായി, വലിയ രീതിയിൽ മാധ്യമങ്ങളടക്കം പ്രതിപക്ഷമടക്കം മോദി അവിടെ എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല, മോദി മണിപ്പൂരിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി അംഗീകരിക്കുന്നില്ലേ, കുക്കികളെയും മെയ്തികളെയും ഇന്ത്യൻ പൗരന്മാരായി അംഗീകരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് രാഹുൽ ഗാന്ധിയും കൂട്ടരും വലിയ ശബ്ദ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോഴൊക്കെ മോദി സൈലൻ്റ് ആയിരുന്നു, നിശബ്ദനായിരുന്നു. അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ മണിപ്പൂരിൻ്റെ വിഷയം കൈകാര്യം ചെയ്തത് അതൊരു ആഭ്യന്തര പ്രശ്നമായതുകൊണ്ട് തന്നെ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയായി തുടരുന്ന അമിത്ഷായാണ് അന്ന് മറുപടിയൊക്കെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, തദ്ദേശീയരായ ജനങ്ങളാണ് സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ജനങ്ങളെ പട്ടാളത്തെ വിട്ട് വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല. എന്നിട്ടും അവിടെ അപ്സ്പ പോലെയുള്ള നിയമങ്ങൾ ഏർപ്പെടുത്തി കർശനമായ പട്ടാളത്തിൻ്റെ ജാഗ്രത അവിടെ ഉണ്ടായിരുന്നു. ഈ പട്ടാള നിയന്ത്രണത്തിലായിരുന്നു മണിപ്പൂർ. ഇപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് വന്നു. ഈ സംഘടനകൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു. ഇനി മണിപ്പൂരിൽ നിന്ന് ഒരു സംഘർഷത്തിൻ്റെ വാർത്ത നമുക്ക് ലഭിക്കില്ല എന്ന് കരുതാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായപ്പോൾ നരേന്ദ്രമോദി അവിടം സന്ദർശിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിന് സുരക്ഷാ കാരണങ്ങളാൽ മണിപ്പൂർ സന്ദർശിക്കാനുള്ള അനുമതി ഈ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നൽകിയിരുന്നില്ല. അവർ അത് വിലക്കി. അവിടേക്ക് പ്രധാനമന്ത്രി പോകുന്നത് ശുഭകരമല്ല എന്നായിരുന്നു അവരുടെ റിപ്പോർട്ട്. അവരുടെ നിർദ്ദേശം, അവരുടെ ഉപദേശം ഒക്കെ സ്വീകരിച്ച് നരേന്ദ്രമോദി ആ സാഹസത്തിൽ നിന്ന് പിന്മാറി. വലിയ റിസ്ക് എടുത്ത് അവിടെ പോകാം, നിരവധി പട്ടാളക്കാരുടെ ജീവൻ അതിനു വേണ്ടി ബലി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു നിന്നു. പകരം അവിടെ സമാധാനം കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് ചെയ്തത്. നിരന്തരം ചർച്ചകളിലൂടെ അവിടെ സമാധാനം മടക്കിക്കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗിനെ രാജിവെപ്പിച്ചു. അതൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഇരുന്ന സമയത്താണ് അവിടെ വലിയ രീതിയിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. മെയ്തികളും കുക്കികളും തമ്മിൽ ഈ വലിയ സംഘർഷം ഉണ്ടായത് ഒക്കെ നമുക്കറിയാം. അതിന് മതത്തിൻ്റെ മേലങ്കി ചാർത്തി കൊടുക്കാൻ, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ച് അതിന് മതത്തിൻ്റെ ചായം അതിൽ പുരട്ടി മതപരമായ മുതലെടുപ്പിന് കൊച്ചു കേരളത്തിൽ പോലും ശ്രമമുണ്ടായി. നമ്മുടെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ഈ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളൊരവസ്ഥയിൽ കേരളത്തിലൊരു കനലൊരു തരിയായി തുടരുന്ന CPM-ഉം ഒക്കെ നരേന്ദ്രമോദി സർക്കാരിനെ ആവോളം ചെളിവാരി എറിഞ്ഞു, കല്ലെറിഞ്ഞു ഈ വിഷയത്തിൽ. അപ്പോഴൊക്കെ നിശബ്ദമായി തൻ്റെ ജനങ്ങളെ, തൻ്റെ പ്രജകളെ അങ്ങനെ കുരുതി കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇപ്പോൾ ചർച്ചകളിലൂടെ ഒരു പരിഹാരം അവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഈ 1 വർഷത്തെ കരാർ അവിടെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് കാരണമായി തീരും എന്ന് തീർച്ചയാണ്. എന്തായാലും ഒരു പുകഞ്ഞുകൊണ്ടിരുന്ന മംഗോളിയൻ മാഫിയയുടെയും ഈ സുവിശേഷക്കാരുടെയും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ ബാഹ്യശക്തികളുടെ, വിദേശ ശക്തികളുടെയും കയ്യിലെ ആയുധമായി
പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന രണ്ട് ഗോത്രവർഗ വിഭാഗങ്ങൾ ആയുധം താഴെ വെച്ച് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക്, ഭാരതത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നതിലേക്ക് ഒക്കെ ഇറങ്ങി വരാൻ തയ്യാറായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനെ നമ്മൾ ശ്ലാഘിക്കേണ്ടത് തന്നെ. അത് അഭിനന്ദനീയമാണ്. എന്തായാലും മണിപ്പൂർ ശാന്തമാകുന്നതോടുകൂടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി പ്രശ്നങ്ങൾക്ക് അതോടെ സമാധാനം കൈവരും. നമുക്കറിയാം, നാഗാലാൻഡും ത്രിപുരയും മിസോറാമും അരുണാചൽ പ്രദേശും ആസാമും ഒക്കെ നമ്മുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. അതൊന്നും നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ വലിയ വികസന കുതിപ്പിലാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ. ഇവിടെ പല സ്ഥലങ്ങളിലും ആദ്യമായിട്ട് ട്രെയിൻ എത്തി. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് അവിടെ 78 വർഷം ആയി. ഈ ഓഗസ്റ്റ് 15 ആയപ്പോൾ 78 വർഷം തികഞ്ഞിരിക്കുന്നു. അവിടേക്കാണ് ഈ ആദ്യമായിട്ട് ഇപ്പോൾ റെയിൽവേ ലൈൻ വരുന്നതും ട്രെയിൻ ഓടിയെത്തുന്നതും പല സ്ഥലത്തും. ഇതൊക്കെ നേട്ടങ്ങളുടെ പട്ടികയിലാണ്. ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. എന്തായാലും ഇതൊരു വലിയ നല്ലൊരു ചുവടുവയ്പ്പാണ് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ അശാന്തി, സമാധാനമില്ലായ്മ അത് എന്നേക്കുമായിട്ട് അവിടെ നിന്ന് തൂത്തെറിയപ്പെടട്ടെ. ശാശ്വതമായ സമാധാനവും ശാന്തിയും അവിടുത്തെ ജനങ്ങൾക്ക് ഇതിലൂടെ കൈവരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.